لنا القرآن رباني وعلى في الورى شاني. അതൊരു മനുഷ്യൻ നിർമ്മിച്ചതല്ല, അത് മനുഷ്യ നിർമ്മാണത്തിന് അതീതമായിട്ടുള്ള ഒരു ഗ്രന്ഥം ചെന്നിട്ട് ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയ അവിടെ ചെന്ന വിഷയമായിട്ട്. കാരണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുത്തപ്പോൾ ഇതിൽ കളവുണ്ടോ, ഇതിൽ സംശയമുണ്ടോ, ഇതൊരു നബിയെ ഇത് ഉണ്ടാക്കിയില്ല ചെന്നിട്ട് ആരോപമാക്കിയ ആൾമാർക്ക് പരിശുദ്ധമായ ഖുർആനെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആനിൽ ഒരു ആയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചെന്നിട്ടും ഖുർആനെ താക്കത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ താക്കത്ത് ഹിന്ദുത്വമുള്ള ഒരാൾക്ക് മുദ്ര കൊടുക്കുകയായിട്ടില്ല. അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആനിട്ടാണ് നിങ്ങൾ ചെന്നത്. അപ്പൊ മനുഷ്യ നിർമ്മാണത്തിന് അതീതമായ ഗ്രന്ഥം ചൊല്ലുമ്പോൾ ഒരു 3 വിഷയങ്ങളെ കൊണ്ട് നമുക്ക് അതിനെ വ്യക്തമാക്കാം. ഇൻഷാ അല്ലാഹ് അതിൽ ഒരു ആയത്തോട് കൂടി ഞാൻ അത് മാത്രം ചൊന്നിപ്പാട്ടെ. പരിശുദ്ധമായ ഖുർആൻ പണ്ടേ ചൊന്നു വെച്ച ഒരു വിഷയമാണ്. പണ്ട് കാലത്ത് എല്ലാവരും ചെന്നാറ് ഒരു മനുഷ്യ നിർമ്മാണം അവിടെ മനുഷ്യ ജനിക്കിടെ അവന് ദമുൽ ഹൈലിൽ നിന്നാണ്, അതായത് ആർത്തവ രക്തത്തിൽ നിന്ന്, മെൻസസ് രക്തത്തിൽ നിന്നാണ്, ഹൈൽ രക്തത്തിൽ നിന്നാണ് മനുഷ്യ ജനിക്കിടേണ്ട എല്ലാവരും ചൊന്നാറ്. ശാസ്ത്ര സമയത്ത് അങ്ങനെ ചൊന്നു. ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ധൈര്യത്തോടു കൂടി ആൻസർ കൊടുക്കടെ. അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ, അതെ തുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവാ. ആ ആർത്തവ രക്തത്തിൽ നിന്ന് ചൊന്ന ആ കാലഘട്ടത്തിലെ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. അങ്ങനെയല്ല മനുഷ്യ നിർമ്മാണം ആയിടെ അത് ഒരു പിന്നെ ഒരു ബീജത്തിൽ നിന്നാണ്, ഒരു മനിയിൽ നിന്നാണ്, ആ മനിയിൽ നിന്നുള്ള ഒരു അംശത്തിൽ നിന്നാണ് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനി അതായിട്ട് പിന്നെ രക്തകഷ്ടം അതുപോലെ മാംസകഷ്ടമായിട്ട് പിന്നെ മനുഷ്യരൂപത്തിൽ കണ്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലും. അത് ഈ അടുത്താണ് ശാസ്ത്രം തന്നെ അല്ല ആർത്തവ രക്തത്തിൽ നിന്നല്ല, ഒരു മനിയിൽ നിന്ന്, ഒരു മനുഷ്യരുടെ ഒരു പുരുഷന്റെ മനിയിൽ നിന്നുള്ള ഒരു അംശം കൊണ്ടാണ് ഇതിന്റെ ശാസ്ത്രം അതിനെ വ്യക്തമാക്കിയത്. അപ്പൊ ഖുർആന് വിഷയം ചെന്നേ ഖുർആൻ മനുഷ്യ ഗ്രന്ഥല്ല ചൊല്ലേക്ക് ഖുർആൻ ചൊന്ന ഓരോ പലക്കായിട്ടിക്കട് അതിലേക്ക് സാക്ഷി. വേറൊരു വിഷയം ചൊല്ലണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ കേക്കിട് നിങ്ങൾ മരിച്ചാൽ പിന്നെ മണ്ണായിട്ട് ദ്രവിച്ചിട്ട് പോയാൽ പിന്നെ നിങ്ങളെ എല്ലും മുള്ളുടെ പരിശുദ്ധമായ പിന്നെ എല്ലും മുള്ളുടെ ശരിയാക്കുക അതിന്റെ മുന്നലിന്റെ രൂപത്തിയെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് സാധ്യമില്ലാണ്ട് നിങ്ങൾ പേരിക്കിടാറാണ്ട് പരിശുദ്ധമായ ഖുർആൻ കേക്കിട്. അത് കേട്ടിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങൾ നോക്കറോ ഇപ്പൊ എന്തും ഏത് വിഷയത്തിനും ഒരു തമ്പാണ് ഞങ്ങൾക്ക് ഒരു അടയാളായിട്ടുള്ളത്. എന്ത് വിഷയത്തിനും തമ്പാണ്. മുന്നൽ സൈനല്ലായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു തമ്പ് ഒരു ഫിംഗർ വെച്ചിട്ടാകുമ്പോ എല്ലാം പിന്നെ മനുഷ്യരെ വ്യക്തമാവും. കാരണം ഒരുത്തരെ തമ്പ് പോലെയല്ല, വിരല് തൂമ്പ് പോലെയല്ല, വേറെ എടുത്തെടുത്തിട്ടാണ് ഇപ്പൊ ശാസ്ത്രം ചെന്നോല്ല. അതുകൊണ്ടാണ് തമ്പ് പിടിച്ചോല്ലേ. ഇതിപ്പോ പരിശുദ്ധമായ ഖുർആൻ മുന്നലേ ചൊന്നിട്ടുണ്ട്. നിങ്ങൾ ദ്രവിച്ചു പോയാൽ പിന്നെ നിങ്ങളെ എല്ലാം മുന്നിടെ പിടിച്ചിട്ട് നിങ്ങളെ മുന്നലത്തെ സ്ഥിതിയെ കൊണ്ടുവരണം നിങ്ങൾ സാധ്യം ആവില്ല ചെന്നോട്ടുള്ളാ. എന്നിട്ട് ഖുർആൻ ചൊല്ലോ നിങ്ങളെ വിരലുകളെ പോലും എങ്ങനെ അതേ രൂപത്തിൽ കൊണ്ടുവരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധ്യം ഉണ്ടോണ്ട് പരിശുദ്ധമായ ഖുർആൻ ചൊന്നു. അപ്പൊ ഇന്റെ കണ്ടുപിടിച്ചത് അത് മുന്നലേ പരിശുദ്ധമായ ഖുർആൻ ചൊന്നു വെച്ചതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്നിട്ട് ഖുർആൻ ഞങ്ങളെ ആ ആശയത്തോടു കൂടി ചൊല്ലേന്ദ്രമെന്നെങ്കിൽ നിങ്ങൾ മരിക്കിരയിക്കുമെന്നല്ലോ നിങ്ങൾ ഒരു ഫിംഗർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ തമ്പ് നിങ്ങൾ മരിച്ചിട്ട് ദ്രവിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മുന്നലത്തെ മണ്ണിടെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ മുന്നലത്തെ അതേ സ്ഥിതിക്ക് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ പിന്നെയും ഒരു തമ്പ് വെച്ചെങ്കിൽ നിങ്ങൾ മരിക്കിരയ്ക്ക് മുന്നൽ വെച്ച തമ്പും ഇപ്പൊ വെച്ച തമ്പും ഒരേപോലെ ആയിട്ട് ഒരു മനുഷ്യരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നെ. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളേ ഖുർആൻ ചൊന്ന ഓരോ വിഷയം അതായിട്ട് ഖുർആൻ മനുഷ്യ കഴിവുകൾ അതീതമായത് എന്ന് നമുക്ക് വ്യക്തമാക്കുക. അതായത് എന്ത് വിഷയം ചെന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ആക്കി കാട്ടി എനിക്കത്, അത് അങ്ങനെ തന്നെ സാധിച്ച് എനിക്കത്. പിന്നെ കണ്ടുപിടിച്ച ആൾമാരല്ല അത് ഖുർആൻ ചെന്നത് കറക്റ്റ് ചെന്നിട്ട് എസ് വെക്കുന്ന രൂപത്തിലാണ് ഖുർആന്റെ എല്ലാ വിഷയമുള്ള. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര വിഷയങ്ങളൊക്കെ പഠിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹളറത്തി سيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഫാത്തിഹ സൂറത്ത് ചൊന്ന വിഷയങ്ങളെല്ലാം
അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെല്ലാം ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാവരും ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ മരിച്ചാൽ പിന്നെ പരിശുദ്ധമായ ഖുർആൻ ഷഫാഅത്തിന് കിഴങ്ങിയത്തെ വിഭാഗത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.